السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നാം എപ്പോഴും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത് മനുഷ്യന്മാരായാലും ഏത് ജീവജാലികൾക്കും, മനുഷ്യന്മാരിലല്ല ഏത് ജീവികളാവട്ടെ, എല്ലാ വസ്തുവിനും വികാരങ്ങളുണ്ടാകും. വികാരമില്ലാത്ത ഒരു ജീവികളുണ്ടാവില്ലല്ലോ. മനുഷ്യന്മാരടക്കം വികാരമുണ്ടാവും. അങ്ങനെ ഒരു സമയത്ത് ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ മനുഷ്യന്മാർ പലപ്പോഴും പല തെറ്റുകളിൽ സംഭവിച്ചു പോകുന്നവരുണ്ടാകാം. അവർ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. നാം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റുകൾ നിസാരമായി കാണുകയും എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങാതെ, തൗബ ചെയ്ത് മടങ്ങാതെ നിൽക്കുകയും ചെയ്താൽ അത് വലിയൊരു കുറ്റമാകും. മനുഷ്യന്മാരിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ തന്നെ അത് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങണം. എപ്പോഴും നിസ്കരിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പൊറുക്കാൻ നിമിത്തമാകും. കാരണം ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടൊരു സഹാബി പറഞ്ഞ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഹദ്ദസനാ ഖുതുബത്തു ബിൻ ഖാല ഹദ്ദസനാ യസീദ് ബിൻ സുറൈഹി റളിയല്ലാഹു അൻഹു അൻ തൈമി അൻ അബി ഉസ്മാൻ, അങ്ങനെ പോയിട്ട് പറയുന്നു അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു റളിയല്ലാഹുവിനെ തൊട്ട് അന്ന റജുലൻ അസാബ മിൻ ഇംറഅത്തിൻ ഖുബ്ലതൻ ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു ഫഅൻസലല്ലാഹു അഖീമിസ് സലാത്ത തർഫഇൻ നഹാരി വസുൽഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത് ഫഖാല റജുൽ യാ റസൂലല്ലാഹ് അലി ഹാദാ ഖാല ലിജമീ ഉമ്മത്തി കുല്ലിഹിം. ബുഖാരിയുടെ ഹദീസാണ്. വളരെ ഇമ്പോർട്ടൻ്റായ വിഷയമാണ്. നമ്മൾ ചിന്തിക്കണം. ഇത് ഇബ്നു ശുല്ലാഹുവിന് വ്യാഖ്യാനം. ഒരു പുരുഷൻ അന്നറജലൻ, ഒരു പുരുഷൻ എന്ത് ചെയ്തു? അസാവ ഇമ്രാത്തിൻ, ഒരു സ്ത്രീയെ എന്താക്കി? കുബുലത്തൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ ചുറ്റുപോയി. ഒരു സ്ത്രീയെ കാണുമ്പോൾ എന്താക്കി? ഒരു ചുംബനം കൊടുത്തുപോയി. സ്ത്രീയെ കാണുമ്പോൾ അവൻ ചുംബിച്ചു പോയി. കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾക്ക് കാണുമ്പോഴേക്ക് ചുംബനം കൊടുക്കേണ്ടവർ ഇതൊക്കെ വന്നു പോകുന്നുണ്ട്. മനസ്സ സഹജമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് പാടില്ല, തെറ്റാണല്ലോ, നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു ചുംബനം നൽകിപ്പോയി. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ചുംബനം നൽകിയപ്പോൾ ഈ മനുഷ്യനിക്ക് വല്ലാത്തൊരു പേടി വന്നത്. എന്തപ്പാ ചെയ്യുക? ഞാനൊരു പെണ്ണിനെ കണ്ടപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ല, ഞാൻ എന്ത് ചെയ്യും? ഇതിനെപ്പറ്റി എന്താണ് പരിഹാരം? എനിക്കറിയണം, പഠിക്കണം എന്ന് മനസ്സിലാക്കി എവിടെ പോയി? ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ അടുക്കൽ വെച്ച് വാഖബറഹു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് നബിയെ, കണ്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചുംബനം കൊടുത്തു പോയി നബിയേ, ഞാനിങ്ങനെ അറിയാതെ ചുംബിച്ചു പോയി. ചുംബനം അതുകൊണ്ടുള്ള ഒരു പ്രയാസം എനിക്ക് വന്നുപോയി. കാരണം സ്ത്രീകളെ കാണുമ്പോൾ ചുംബനം കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ, ചുംബിക്കാൻ പാടില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും നബിയെ? ഞാൻ ചുംബിച്ചു പോയി നബിയെ, അത് കുറ്റമാണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യും നബിയെ? അതിനെപ്പറ്റി എനിക്ക് പറയണം. ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് ഇറക്കി കൊടുക്കുകയാണ്. ഫഅൻസല അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്ന ഒരു ആയത്ത്, അഖീമിസ് സലാത്ത തർഫഇൻ നഹാരി വസുൽഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. ഈ ആയത്ത് അല്ലാഹു തആല ഇറക്കി കൊടുത്തു റസൂലുള്ളാഹിക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം? അഖീമിസ്, നിസ്കാരം നിങ്ങൾ നിർത്തണം. ഈ ചുംബനം നൽകിയവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. തർഫഇൻ നഹാരി വസുൽഫൻ മിനൽ ലൈലി എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള നിസ്കാരം, അതുപോലെ പകലുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അതന്നെ 5 നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. കാരണം നിസ്കരിക്കൽ കൊണ്ട് ഇന്നൽ ഹസനാത്തി, നന്മകൾ ചെയ്യൽ കൊണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് യുദ്ഹിബുന സയ്യിആത്ത്, മോശമായതൊക്കെ പോയിച്ച് കളിയും. അപ്പം നീ അങ്ങനെ ചുംബിച്ച് പോയല്ലോ, അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അപ്പം നീ നിസ്കാരം കൃത്യമായി നിസ്കരിച്ചോ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തോ, ദിക്ർ ധാരാളം വർദ്ധിപ്പിച്ചോ, സലാത്ത് ചൊല്ലിക്കോ, അങ്ങനെ എന്ത് നല്ല കാര്യങ്ങളും സദഖ കൊടുത്തോ. ഇങ്ങനെ നിങ്ങൾ നിസ്കാരങ്ങൾ എന്താ കൃത്യമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, ഹസനത്തുകളെ കൊണ്ട് സയ്യിആത്തുകളെ പൂക്കിക്കളയും.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മങ്ങളെ ഞങ്ങളൊക്കെ നല്ല ഹസനത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളാരും മഹസൂമികളല്ല, തെറ്റ് ചെയ്യാത്തവരല്ലോ. തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായി നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുക. അപ്പം നിസ്കാരം ചെയ്യലുകൊണ്ട് ഇന്നൽ ഹസനാത്തി യുദ്ബിന സയ്യാത്ത് എന്ന് മനസ്സിലാക്കിയിട്ട് പോയിട്ട് എപ്പോഴും പോയി ഒരു സ്ത്രീയെ കാണുമ്പോൾ പോയി ചുംബിക്കുക, തെറ്റ് ചെയ്യുക, പിന്നെ നിസ്കരിക്കുക, പിന്നെ പോയി ചുംബിക്കുക, പിന്നെ അങ്ങനെയല്ല പറയുന്ന അർത്ഥം. എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് മോശമായത് ഹസനാത്തുകളെ കൊണ്ട് പോയിച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഈ പറയുന്ന വ്യക്തിയോട് പറഞ്ഞു. ഫഖാല റജുലി യാ റസൂലല്ലാഹ്, ഈ വന്ന മനുഷ്യനോട് ചോദിച്ചു റസൂലുള്ളാഹിയുടെ അലിഹാദായി പറഞ്ഞ കാര്യം എനിക്ക് മാത്രമുള്ളതാണോ നബിയെ? നിങ്ങൾ പറഞ്ഞല്ലോ ചുംബിച്ചത് കൊണ്ട് എനിക്കൊക്കെ പറഞ്ഞു ഹസനത്ത് കൊണ്ട് സയ്യാത്ത് പോയിച്ചു കളയുമെന്ന് റസൂൽ പറഞ്ഞല്ലോ. ഇത് എനിക്കുള്ളതുമാണോ, എനിക്ക് മാത്രം പ്രത്യേകതമാണോ നബിയേ? കാല റസൂലുള്ളാഹി പറഞ്ഞു ജമീഉ ഉമ്മത്തി കുല്ലിഹിം, എനിക്ക് മാത്രമല്ല ലോകത്തുള്ള സർവ്വന്റെ ഉമ്മത്തിങ്ങൾക്ക് ബാധകമാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളാണ് നമ്മളെല്ലാവരും. അപ്പൊ നമുക്കെല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പൊ എല്ലാവർക്കും ബാധകമാണ്. അന്ന് ആ സഹാബി ചോദിച്ചിട്ടുണ്ട്, എങ്കിൽ എനിക്ക് മാത്രമല്ല ഈ ബാധകം, എനിക്ക് മാത്രമല്ല ജമീ ഉമ്മത്തി കുല്ലിയും, ലോകത്തുള്ള സർവ്വന്റെ ഉമ്മത്തികൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അള്ളാഹുലേക്ക് എതിച്ചു മടങ്ങും. നിസ്കാരം കൃത്യമായി, നിസ്കാരത്തിന് ഒരു ഇളവുമില്ല. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുമല്ലോ, ആ ചിന്ത വരുമല്ലോ, തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിസ്കാരം എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. ഒരുപാട് ആളുകളുണ്ട് നിസ്കാരമൊക്കെ ഒഴിച്ച് കളയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് വരും. ഇന്നലെ വന്നിട്ടില്ല, എൻ്റെ ഫോണ് തകരാറുണ്ട്, ചെറിയൊരു മുട്ട ഫോണാണ് ഇതൊക്കെ പറയുന്നത്. ഫോണ് തകരാറുള്ളത് കൊണ്ട് എനിക്കൊരു രക്ഷയില്ലല്ലോ, ഞാൻ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു ഫോണിൻ്റെ തകരാറ് കൊണ്ട് പറയാൻ പറ്റുന്നില്ല, അവിടെ ഹാങ് ആയിക്കൊണ്ട് നിൽക്കുന്നു, ചില സമയത്ത് ബ്ലോക്കാന്ന്. അതുകൊണ്ടാണ് ഇന്നെന്തോ ആയിട്ട് പറയാൻ കിട്ടി. അൽഹംദുലില്ലാഹ് ഫോൺ ശരിയാവുമ്പോഴൊക്കെ പറയും. അല്ലാഹു തആല ഈ നിലക്ക് നല്ലത് പറയാനും, ആ വന്ന ചുംബിച്ച സ്ത്രീക്ക്, ഒരു പുരുഷൻ വന്ന സ്ത്രീയെ ചുംബിച്ചപ്പോൾ മറുപടി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി ആയത്തങ്ങ് അള്ളാഹു ഇറക്കി കൊടുത്തു. എന്നിട്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമായത് അത് പോക്കിക്കളിയും. അതുകൊണ്ട് ഇന്നൽ ഹസനാത്തി യുദ്ബിന സയ്യാത്ത്, നല്ലത് ചെയ്യുക, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക, അപ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ വന്ന സഹാബിക്ക് മാത്രമല്ല, ആ വന്ന ചെറുപ്പക്കാർക്ക് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ എല്ലാ ഉമ്മത്തികൾക്കും ബാധകമാണ് എന്നാണ് ബുഖാരിയിലെ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ചുംബിച്ചത് കൊണ്ട് ആ വന്ന മനുഷ്യനിക്ക് എത്ര പ്രയാസമായി നോക്ക്. ഞമ്മക്ക് പിന്നെ എത്ര ചുംബിച്ചാലും ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. ഞമ്മക്ക് ഇപ്പം ഏതെങ്കിലും പോകുന്ന ഒരു സ്ത്രീ ആരും കണ്ട ചുംബിക്കാൻ എന്തപ്പം കിട്ടാൻ നോക്കിക്കാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാർ. അവിടെ കാലം അതിപ്പതിച്ച് പോയിട്ടുണ്ട്, കാലം അങ്ങേക്ക് എത്തിപ്പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചുരുക്കാവുന്ന എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. ഈ കേൾക്കുന്ന അത് പ്രവർത്തിക്കുന്ന എല്ലാവരും എത്തിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.